الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി അന്ത്യശ്വാസം വരെ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു ആ നിലയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനുള്ള വ്യക്തിത്വങ്ങൾക്ക് അല്ലാഹു ഒരുക്കുന്ന വിരുന്നാണ് സ്വർഗം. സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞത് നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറായ റഹീമായ റബ്ബുൽ ആലമീനായ അല്ലാഹു ഒരുക്കുന്ന വിരുന്ന്. സ്വർഗത്തിന്റെ പ്രത്യേകത നിത്യശാന്തിയാണ്, സമാധാനമാണ്. ആ സ്വർഗം നേടുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഭൂതിയുണ്ട്. സ്വർഗത്തിന്റെ കമാനങ്ങൾ കടന്ന് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ മുന്നിൽ തുറക്കപ്പെടുമ്പോൾ
യഖൂലുൽ മുഅ്മിനൂന ഇദാ തബവ്വഉ ഉറഫൽ ജന്നാത്ത്. സ്വർഗത്തിലെ അറകൾ മുഅ്മിനായ മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് സംവിധാനിച്ചാൽ, തുറന്നു കൊടുത്താൽ, വൽ മനാസിലൽ ആലിയാതി വസ്സുറൂറൽ മസ്ഫൂഫാത്ത്, സ്വർഗത്തിലെ ഉന്നതമായ അവന്റെ താമസത്തിന്റെ ഇടങ്ങൾ, അതുപോലെ തന്നെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുമ്പോൾ, അത് കാണുമ്പോൾ, അതിന്റെ മുന്നിൽ അവൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ പറയുന്ന ഒരു വാചകം സൂറത്തുൽ അറാഫിന്റെ 43-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സ്വർഗം അതിലേക്ക് കടക്കുന്ന ഒരാൾ പറയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. ആദ്യമായി സ്വർഗീയമായ അനുഭൂതികൾ കാണുന്നവൻ വിളിച്ചു പറയാൻ, അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാണ്, ഹംദുകൾ മുഴുവനും അല്ലാഹുവിനാണ്. എന്തിന്റെ പേരാണ് ഹംദ്? അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്വർഗത്തിലേക്കുള്ള വഴി റബ്ബേ ഞങ്ങൾക്ക് നീ തുറന്നു തന്നുവല്ലോ, ഈ സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നുവല്ലോ, ഈ സ്വർഗം പുൽകുവാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾക്ക് നീ നൽകിയല്ലോ അല്ലാഹ്, അതിന്റെ പേരിൽ സർവസ്തുതിയും നിനക്കാണ്. എന്നിട്ട് അവിടെ വെച്ച് അവൻ ഓർക്കുന്ന ഒരു കാര്യം എന്താ? അവൻ ഓർക്കുന്നത്, ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. അല്ലാഹുവേ, നിന്റെ ദൂതന്മാർ ഞങ്ങളുടെ അടുക്കൽ വന്നത്, പ്രവാചകന്മാർ മുർസലീങ്ങൾ വന്നത് സത്യവും കൊണ്ടാണ്, ഹക്കായ കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങളെ സമീപിച്ചത്. ആ നബിമാരാണ് കൃത്യമായ ആദർശം ഞങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചത്. ആ മുർസലീങ്ങളാണ് നേരായ വഴി ഞങ്ങൾക്ക് കാട്ടിത്തന്നത്. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. ഞങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാർ സത്യവും കൊണ്ട് വന്നവരാണ്, ഹക്കുമായി വന്നവരാണ്. അവരാണ് ഈ സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കാട്ടിയത്. അവരാണ് നേരിന്റെ മാർഗം ഞങ്ങൾക്ക് വിവരിച്ചു തന്നത്, വിശദീകരിച്ചു തന്നത്. റിസാലത്ത് എന്ന നിഅമത്ത്, അനുഗ്രഹം, ആ അനുഗ്രഹത്തെ ഒരു മുഅ്മിൻ ഓർക്കുന്നത് സ്വർഗത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ്. ആ റിസാലത്ത് എന്ന സൗഭാഗ്യമില്ലായിരുന്നെങ്കിൽ, നേരായ വഴി കണ്ട് ഒരിക്കലും അവിടേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അല്ലാഹുവേ അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. പ്രവാചകന്മാർ സത്യവുമായിട്ടാണല്ലോ ഞങ്ങളെ സമീപിച്ചത്, അവരാണല്ലോ ഞങ്ങൾക്ക് ഈ വഴി പറഞ്ഞു തന്നത്. അത് അല്ലാഹുവേ നീ ഏർപ്പെടുത്തിയ സംവിധാനമാണല്ലോ, അതിന്റെ പേരിൽ നിനക്ക് ഞങ്ങൾ ഹംദ് സമർപ്പിക്കുകയാണ്. ഇതാണ് സ്വർഗവാസി ആദ്യമായി പറയുന്ന വാചകം. കാരണം റിസാലത്തിന്റെ നിഅമത്ത് അത് അവൻ അവിടെ വെച്ചാണ് കൃത്യമായി അനുഭവിക്കുന്നതും ആ നേട്ടം അവൻ നേടുന്നതും അവിടെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഐഹിക ലോകത്ത് അവൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ദൂതന്മാർ, ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ. അവരാണ് നേതാക്കൾ. നമ്മുടെ നേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം വേറൊരു മുഖവും നമ്മുടെ മുന്നിലേക്ക് വരാൻ പാടില്ല. ഉറപ്പിച്ചു പറയണം, വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ. അല്ലാഹു പറയാണ്, നാം പറയുന്ന വഴിപ്രകാരം ജനങ്ങളെ വഴി നടത്തുന്ന നേതാക്കളാണ് പ്രവാചകന്മാർ. അവർ തന്നിഷ്ടം പറയുന്നവരല്ല, സ്വന്തം തീരുമാനം ഗവേഷണം നടത്തിയിട്ട് അത് ലോകത്തിന് മേലടിച്ചേൽപ്പിക്കുന്നവരല്ല, കരിഞ്ചന്ത നടത്തുന്നവരല്ല, കളവ് നടത്തുന്നവരല്ല, തട്ടിപ്പ് നടത്തുന്നവരല്ല. ഖുർആൻ പറഞ്ഞു, ഒരു നബിയും വഞ്ചിക്കുന്നയാളല്ല. വഞ്ചന എന്നത് പ്രവാചകന്മാരുടെ ഡിക്ഷണറിയിൽ പോലുമില്ല. ഒരു നബിയും വഞ്ചിക്കുന്ന ആളല്ല. അപ്പൊ ഒരു തരത്തിലുമുള്ള വഴികേടില്ലാതെ, ഒരു തരത്തിലുമുള്ള തട്ടിപ്പുമില്ലാതെ ഖുർആനിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞല്ലോ, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഒരു പ്രത്യേകതരം നക്ഷത്രത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. വന്നജ്മി ഇദാ ഹവാ, വീഴുന്ന നക്ഷത്രം. ആ നക്ഷത്രം ഇദാ സഖത, വീണാൽ എന്ന് പറഞ്ഞ് അല്ലാഹു സത്യം ചെയ്യുകയാണ്.
ആ നക്ഷത്രത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്ത് പറയുന്ന വാചകം മാദല്ല സ്വാഹിബുക്കും വമാ ഗവാ. ഒരിക്കലും നിങ്ങളുടെ സ്വാഹിബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിഴച്ചയാളല്ല, അബദ്ധം പറയുന്ന ആളല്ല. ആ പ്രവാചകൻ ഒരു അബദ്ധവും വന്നുപോയിട്ടില്ല. സ്വാഭാവികമായും ഒരാൾക്ക് സംശയിക്കാമല്ലോ, മനുഷ്യനല്ലയോ, അബദ്ധം പറയാൻ സാധ്യതയില്ലേ, മറവി സംഭവിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്, മനുഷ്യർക്ക് ആ സാധ്യതയുണ്ട്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു റിസാലത്തിൽ ഇസ്മത്ത് നൽകപ്പെട്ട വ്യക്തിത്വമാണ്, ഇസ്മത്ത് നൽകിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്മത്തുള്ളത് കൊണ്ട് തന്നെ ആ നിലക്ക് ദീനിന്റെ ഒരു വിഷയത്തിലും അബദ്ധം പറ്റാത്ത വിധം സുരക്ഷിതമായ കവചം കൊണ്ട് സംരക്ഷിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മതം എന്ന നിലക്ക് നിങ്ങളോട് റസൂൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്റെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല, സ്വന്തം ഗവേഷണമല്ല, സ്വന്തം ഡോക്ടറേറ്റ് അല്ല. നേരെ മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് ഒരു മതവും ഒരു ആദർശവും ഒരു സിദ്ധാന്തവും സംസാരിക്കുന്നില്ല. അത് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ വഹയി കൊണ്ട്, ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂൽ, ആ റസൂൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്, അവിടേക്കുള്ള വഴി കാണിച്ചു തരുന്ന ആളാണ്. എന്ന് മാത്രമല്ല, ആ വഹയി എന്താണ് എന്ന് വിശദീകരിക്കാൻ ബാധ്യതപ്പെട്ടയാളും മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. വെള്ളം ചേർക്കാതെ അത് വിശദീകരിക്കാൻ, അത് പറഞ്ഞു തരാൻ ബാധ്യതപ്പെട്ടയാൾ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ഒരു ഹർഫ് റസൂല് മാറ്റൂല, ഒരക്ഷരം റസൂല് മാറ്റൂല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്ത് പൊളിറ്റിക്കൽ കറൻസ് അത് നടത്തണം എന്ന് പറഞ്ഞാൽ വാക്കുകൾ സൂക്ഷിക്കണം, നമ്മൾ സംസാരിക്കുമ്പോൾ സാഹചര്യം നോക്കി സംസാരിക്കണം. ഇങ്ങനെ പല നിലക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും. പക്ഷേ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവിൽ ലഅഖദനാഹു മിൻഹു ബിൽ യമീൻ ثم لقطعناه منه الوتين فما منكم من أحد عنه حاجزين. വിശുദ്ധ ഖുർആൻ പറയാണ്, മുഹമ്മദ് നബിയെ, താങ്കൾക്ക് കിട്ടുന്ന ഈ വഹയിൽ ഏതെങ്കിലും തരത്തിൽ താങ്കളുടേതായ കൗലുകൾ കൊണ്ട് ഇതിനെ താങ്കൾ ഷുഗർ കോട്ട് ചെയ്താൽ, ഇതിനെ താങ്കൾ മയപ്പെടുത്തിയാൽ, ഇതിനെ താങ്കൾ ഏതെങ്കിലും ഒരു പഞ്ചാര വാക്കാക്കി താങ്കളുടേതാക്കി മാറ്റിമറിച്ചാൽ പ്രവാചകരെ, താങ്കളെ ഞാൻ പൊക്കിയെടുത്ത് നിങ്ങളുടെ കണ്ടനാടി മുറിച്ചു കളയുന്നതാണ്. അല്ല പറയാണ്, ഈ ആദർശത്തിൽ നിങ്ങൾ വെള്ളം ചേർത്താൽ, നിങ്ങൾക്ക് നൽകുന്ന വഹയിൽ നിങ്ങളുടേതായ എന്തെങ്കിലും നിങ്ങൾ കലർത്തിയാൽ, നിങ്ങളെ ഞാൻ പൊക്കിയെടുത്ത് കണ്ടനാടി മുറിച്ചു കളയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹിയോട് അല്ലാഹു നൽകുന്ന താക്കീതാണ്. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസിൻ. ഞാൻ നിങ്ങളെ പിടിച്ചാൽ നിങ്ങളെ പൊക്കി സുരക്ഷിതമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ലോകത്തൊരു ശക്തിയുമില്ല റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു നൽകിയ താക്കീതാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അബൂലഹബിനെതിരെ വർത്താനം പറയാൻ പറഞ്ഞാൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞുകൊള്ളണം. കുടുംബക്കാരനല്ലേ, പാപ്പാന്റെ സഹോദരനല്ലേ, അതുകൊണ്ട് അതിൽ ഒന്ന് മയപ്പെടുത്തിയിട്ട് പറയാം പറ്റില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് വഹി കിട്ടിയാൽ അങ്ങനെ പറഞ്ഞോണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലപാട് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, കിട്ടുന്ന ആദർശം അത് വ്യക്തമാക്കി കൊടുക്കാനുള്ള ബാധ്യത. ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ്, ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് പൊസിഷനിലാണ് അത് വിശദീകരിക്കേണ്ടത്. ആ ഒരു പൊസിഷനിൽ നിന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വവും റസൂലാണ്. സൂറത്തു നഹൽ എന്ന് പറഞ്ഞത്, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയെ, താങ്കൾക്ക് കിട്ടുന്ന ദിക്ർ ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. ഇത് ഒളിച്ചു വെക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ബയാൻ ചെയ്തു കൊടുക്കണം, വ്യക്തമാക്കി കൊടുക്കണം. എന്ന് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന്റെ പരിഹാരം വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്കിടയിലേക്ക് ചെന്നിട്ട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ന് മാത്രമല്ല, അതിലേക്ക് വരാൻ ജനങ്ങളെ വിളിക്കണം. നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന ആ പദപ്പിക്കൽ പറഞ്ഞു പോയാൽ പോരാ. നേരെ മറിച്ച് കൃത്യമായ ആദർശം പറയണം, വ്യക്തമായി പറയണം, അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് വിളിക്കണം. കാരണം ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന,
ആളുകളെ പ്രത്യേകമായി കാറ്റഗറൈസ് ചെയ്യുന്ന, വേർതിരിക്കുന്ന ഒരിടമാണ്. ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന ഇടമാണ്. സത്യവും നീതിയും വ്യക്തമാക്കുന്ന ഇടമാണ്. അനീതിയും നീതിയും വേർതിരിക്കപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് ഇവിടേക്ക് വിളിക്കണം. ഖുർആൻ പറയണം, അങ്ങനെ നീ വിളിക്കുമ്പോൾ രണ്ടു തരം ആളുകളെ കാണാൻ കഴിയും. രണ്ടു തരം ആളുകളെ കാണാൻ കഴിയും. അതിലൊരു വിഭാഗം അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ, നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹുവിന്റെ വിധിയിലേക്കും റസൂലുള്ളാഹിന്റെ വിധിയിലേക്കും വരൂ എന്ന നിലയിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, ഒരു സംഘം ആളുകൾ തിരിഞ്ഞു പോകുന്നത് കാണാം. പല കാര്യം പറയാം, പല ന്യായാണ്. ആധുനിക തലമുറ പറയുന്നത് എന്താ? പുതിയ തലമുറക്ക് അതൊന്നും പറ്റൂല. ഇത് ആൽഫ ജനറേഷൻ ആണ്, പുതിയ തലമുറയാണ്. ഒരു പേരിട്ട് കൊടുത്തിട്ട് പല ന്യായവും പറഞ്ഞിട്ട് അള്ളാന്റെ വഹയിൽ തിരിഞ്ഞു നടക്കാൻ ന്യായം കണ്ടെത്തുകയാണ്. ആൽഫ ജനറേഷൻ അത് പറ്റില്ല, പുതിയ തലമുറക്ക് അത് പറ്റില്ല, ന്യൂജനിന് അത് പറ്റില്ല എന്നൊക്കെ പറയുക. പലതരത്തിലും പല ന്യായങ്ങളും പറയുക, പല വക്രീകരണങ്ങളും നടത്തുക. അങ്ങനെ ഒരു ജനത ഏതു കാലത്തുണ്ടാവും. അത് ന്യൂജൻ മാത്രമല്ല, ആൽഫ ജനറേഷൻ മാത്രമല്ല, 6-ാം നൂറ്റാണ്ടിൽ അബൂജഹൽ അടക്കമുള്ള ആളുകൾ ആ കാലഘട്ടത്തിലടക്കം ഈ സമ്പ്രദായം ഉണ്ട്. ഖുർആൻ പറയാണ്, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന് അവരോട് ആഹ്വാനം ചെയ്യപ്പെട്ടാൽ ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, ഒരു സംഘം ആളുകൾ തിരിഞ്ഞു പോവുകയാണ്. ഇനി അതല്ല അവർക്ക് അനുകൂലമായി എന്തെങ്കിലും ആണെങ്കിലോ അവർ ഓടി വരികയാണ്. അവർക്ക് അനുകൂലമായിട്ടാണെങ്കിലോ അവർ ഓടി വരികയാണ്. മനസ്സിലാക്കണം. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു. യമനിൽ നിമിഷപ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചാലോ ഉടൻ തന്നെ മനുഷ്യത്വവും അതുപോലെ തന്നെ വളരെയധികം സാഹോദര്യമൊക്കെ ഉണരുകയാണ്. ഗോവിന്ദച്ചാമിയുടെ വിഷയത്തുമ്പോഴോ അവിടുത്തെ വിധി ഇവിടെ നടപ്പാക്കണം എന്ന് പറയാണ്. അപ്പൊ അനുകൂലമാണെന്ന് തോന്നിയാൽ ഓടി വരികയാണ്, അല്ലാത്തടത്തോ തിരിഞ്ഞു പോവുകയാണ്. ഖുർആൻ ചോദിക്കാണ്, അഫീ ഖുലൂബിഹിം മറദുൻ, അവർക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? അവരുടെ ഹൃദയത്തിന് വല്ല രോഗമുണ്ടോ? അമിർതാബു, അല്ല വല്ല സംശയാലുക്കളുമാണോ അവർ? ഔ യഖാഫൂന അൻ യഹീഫ അല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും അവരെ വഞ്ചിക്കും എന്നവർ ഭയപ്പെടുന്നുണ്ടോ? എന്തേ അവർ വരാൻ മടിക്കുന്നത്? ഒന്നുകിൽ അവർക്ക് മാനസികമായ വല്ല രോഗമുണ്ടോ? അവിർതാബു, അല്ല അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അം യഖാഫൂന അൻ യഹീഫ അല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹുവും റസൂലും അവരെ വഞ്ചിക്കുമെന്ന ഭയം അവർക്കുണ്ടോ? ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, അല്ലാഹു പറയുന്നത് എല്ലാവരും അക്രമികൾ തന്നെയാകുന്നു. അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ടാണ് നീതിയുടെ ഈ പ്രത്യയശാസ്ത്രം സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്നത്. അല്ലാഹുവിനും റസൂലിന്റെയും വിളിക്കുത്തരം നൽകാൻ അവർ മടിക്കുന്നത്. എന്നാൽ കേട്ടുകൊള്ളുക, വേറൊരു വിഭാഗം, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമിഅനാ വഅതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനുകളായ ആളുകൾ അവരുടെ സവിശേഷത ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ വരൂ, റസൂലുള്ളാഹിയിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മറുത്തൊരു വാക്ക് അവർക്കില്ല. അവർക്ക് പിന്നെ അവരുടേതായ ബുദ്ധിയുടെ മൂശയിലിട്ട് കറക്കട്ടെ എന്ന് അവർ ചിന്തിക്കൂല. നേരെ മറിച്ച് അവർ പറയുന്നു, സമിഅനാ വഅതഅനാ, അല്ലാഹയാണോ റസൂലാണോ പറഞ്ഞത് എങ്കിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം നേടിയവർ, അവരാണ് വിജയിക്കുന്നവർ. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹി ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടുന്നവര്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവര്, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുന്നവര്, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിക്കുന്നവർ, അവരാണ് വിജയിക്കുന്നവർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ വിജയാപജയങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഈ പ്രതികരണത്തിനനുസരിച്ച് കൊണ്ടാണ്. അല്ലാഹുവിലേക്കും റസൂലിലേക്കും വാ, നിന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ, നിന്റെ വിവാഹം എങ്ങനെ തീരുമാനമെടുക്കാൻ, നിന്റെ ഭവനം എങ്ങനെ തീരുമാനമെടുക്കാൻ, നിന്റെ പ്രഭാതം എങ്ങനെ, പ്രദോഷം എങ്ങനെ, നിന്റെ ഭക്ഷണക്രമം എങ്ങനെ, നിന്റെ ആചാര അനുഷ്ഠാന കർമ്മ മേഖലകൾ എങ്ങനെ, നിന്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ, നിന്റെ ശാരീരിക സൗന്ദര്യം എങ്ങനെ, നിന്റെ കേശാലങ്കാരം എങ്ങനെ, നിന്റെ മുടിവെട്ടേണ്ടത് എങ്ങനെ, നഖം വെട്ടേണ്ടത് എങ്ങനെ, വൃത്തിയാകേണ്ടത് എങ്ങനെ, ഇങ്ങനെ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവിലേക്ക് വാ, റസൂലിലേക്ക് വാ എന്ന് പറയുമ്പോ ഓടി വരുന്നവർ ട്രെൻഡ് നോക്കാതെ ഓടി വരുന്നവർ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഓടി വരുന്നവർ, അവൻ മാത്രമാണ് മുഅ്മിൻ. അല്ലാത്തവർ ഒരുപാട് ന്യായം പറയാറുണ്ട്, തിരിഞ്ഞു പോകാൻ ഒരുപാട് ന്യായം, ട്രെൻഡിന്റെ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജനറേഷന്റെ,
അതും അല്ലെങ്കിൽ മോഡേണിറ്റിയുടെ ഒരുപാട് കാരണങ്ങൾ പറയും. അത് ഏതു കാലവും ആ കാലത്തിനനുസൃതമായ നിലക്ക് എന്തെങ്കിലും കണ്ടെത്താൻ. എന്നാൽ മുഅ്മിൻ അങ്ങനല്ല. അവന്റെ സൊല്യൂഷൻ, അവന്റെ പരിഹാരം അള്ളയാണ്, റസൂലാണ്. അവന്റെ ജീവിതത്തിലെ തീരുമാനമെടുക്കുമ്പോ അവൻ നോക്കുന്നത് അള്ളയും റസൂലും എന്ത് പറഞ്ഞു എന്നാണ്. ആ ഒരു നിലവാരത്തിലേക്ക് വരണം ലോകം, മാനവ സമൂഹം. കാരണം വെച്ചാൽ അവന്റെ സ്വസ്ഥമായ ജീവിതത്തിന് ഏറ്റവും നല്ല പര്യവസാനത്തിന് ആവശ്യമാണ് അത്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് പ്രത്യേക വിശ്വാസികൾ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും നിങ്ങളുടെ നേതാക്കളെയും നിങ്ങൾ അനുസരിക്കണേ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, മനുഷ്യരാണ് നിങ്ങൾ, അഭിപ്രായമുള്ളവരാണ് നിങ്ങൾ, വ്യത്യസ്തങ്ങളായ ബുദ്ധിയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ധാരണകളുമുള്ളവരാണ് നിങ്ങൾ. സ്വാഭാവികമായും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, ഭിന്നിപ്പുകൾ ഉണ്ടായേക്കാം. ആ ഭിന്നിപ്പുകൾ വന്നു പോയാൽ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അവിടെ അല്ലാഹു നേതാക്കളെ മാറ്റിവെച്ചു. നേതാക്കളുടെ പിന്നാലെ പോകണം എന്നല്ല പറഞ്ഞത്. ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കി തീരുമാനമുണ്ടാക്കണേ. ആ വിഷയത്തെ റബ്ബിലേക്കും റസൂലിലേക്കും മടക്കിയിട്ട് തീരുമാനമുണ്ടാക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാകാനും അതുപോലെ തന്നെ ഏറ്റവും ഖൈറ് സംഭവിക്കാനും നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി അതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം തബരി പറയുന്നു, അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടക്കണം, ഖുർആനിലേക്ക് മടക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ ജീവിതഗന്ധിയാക്കി മാറ്റണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലണം പരിഹാരം ചോദിച്ചുകൊണ്ട്. ഫൈൻ ഖബലഹു അല്ലാഹു ഇലൈഹി, ആ റസൂലുള്ളയെ അല്ലാഹു തിരിച്ചു വിളിച്ചു അഥവാ റസൂൽ മരിച്ചു വഫാത്തായി പോയാൽ ഫറദ്ദു ഇല സുന്ന, അത് റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക് മടക്കണം, പ്രവാചകന്റെ ചര്യയിലേക്ക് മടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെതിരെ ഒരക്ഷരം കൊണ്ട് വർത്തമാനം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നബിയിൽ നിന്നൊരു കാര്യം സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പിന്നെ നിന്റെ ബുദ്ധിയും നിന്റെ ഗവേഷണവും നിന്റെ അഭിപ്രായവും ഒക്കെ മാറ്റിവെക്കുക. റസൂലിന്റെ തീരുമാനത്തിന് പൂർണ്ണമായും സമ്മതിക്കുക. റസൂലാണ് രാജാവ്, റസൂലാണ് രാജാവ്, റസൂലാണ് രാജാവ്. ആ റസൂലിന്റെ ഓർഡറിനപ്പുറം ഓർഡർ പറയാൻ, അഭിപ്രായം പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഫലാ വറബ്ബിക്, വിശുദ്ധ ഖുർആൻ ഒരൊറ്റായത്ത് അങ്ങനെ തുടങ്ങുന്നുള്ളൂ. ഒറ്റായത്ത്, ഫലാ വറബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെ സത്യം. ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനാവില്ല നബിയെ, അവർ വിശ്വാസിയാവില്ല നബിയെ. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അങ്ങ് തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. ثم لا يجدوا في أنفسهم حرجا مما قضيت, താങ്കളെടുത്ത തീരുമാനത്തിൽ ഒരു നീരസവും പ്രകടിപ്പിക്കാതെ വയുസല്ലിമൂ തസ്ലീമാ, പൂർണ്ണമായും അതിന് വഴിപ്പെടുന്നവരാവാതെ ഫലാ വറബ്ബിക്, താങ്കളുടെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. അപ്പൊ സ്വന്തം അഭിപ്രായങ്ങളുണ്ട്, സ്വന്തം തീരുമാനങ്ങളുണ്ട്, സ്വന്തം ബുദ്ധിയുണ്ട്, അതവിടെ വെച്ചാൽ മതി. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്റെ ബുദ്ധി വേണ്ട, റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്റെ അഭിപ്രായം വേണ്ട. ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംറിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഖുർആൻ പറയാണ്, ഒരു മുഅ്മിനിനും യോജിച്ചതല്ല, മുഅ്മിനായ ഒരു ആണിനും പെണ്ണിനും യോജിച്ചതല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, മുഅ്മിനായ ഒരു ആണിനും പെണ്ണിനും യോജിച്ചതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ
പിന്നെയോ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ സ്വന്തം തീരുമാനം എടുക്കുക എന്നുള്ളത്, അതിനെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. നേരെ മറിച്ച് പൂർണ്ണമായും അതിന് വഴിപ്പെടണം, മനസ്സ വാച കർമ്മണ ആ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടണം. അല്ലാഹു പറയാണ്, അള്ളാഹു ഏൽപ്പിക്കുകയാണ്, ഇത് റബ്ബിന്റെ കലാമാണ്, അള്ളാഹു പറയാണ്, ഖുർആനിന്റെ വചനാണ്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെയും റസൂൽ ഒരു കാര്യം പറയുമ്പോൾ അത് സെക്കൻഡറി, ഒരു കാര്യം ഹദീസിൽ വന്നാൽ അത് സെക്കൻഡറി, അതിന് താല്പര്യമില്ല. ഖുർആനുണ്ടോ സ്വീകരിക്കാം, ഖുർആനുണ്ടോ അത് കൊണ്ട് നടക്കാം, ഖുർആനുണ്ടോ നമ്മളത് സ്വീകരിക്കാം, ഹദീസിലുണ്ടോ, ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയാ സ്വീകരിക്കാൻ പറ്റുക? പുച്ഛത്തോടെ ഹദീസുകളെ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും ഉള്ളത് ഹദീസിലാണോ? ഹദീസ് ഇല്ലെങ്കിൽ റസൂലിനെ നിനക്ക് കാണാൻ കഴിയില്ല, ഹദീസ് ഇല്ലെങ്കിൽ മുത്തുനബിയെ കാണാൻ കഴിയില്ല. മനസ്സിലാക്കണം, ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ കടന്നു വന്ന് ജൂത ഓറിയന്റലിസം കടത്തിക്കൂട്ടിയ ഏറ്റവും വലിയ വിഷമാണിത്. റസൂലുള്ളയെ അറേസ് ചെയ്യാൻ, സമൂഹത്തിൽ റസൂലുള്ളയെ മായ്ച്ചു കളയാൻ ഓറിയന്റലിസ്റ്റുകൾ ഗോൾഡ് സിഹർ അടക്കം അവിടുന്ന് തുടങ്ങി അബൂറയ്യയിലൂടെ കടന്ന് കേരളത്തിൽ ചേകന്നൂർ മൗലവി അടക്കമുള്ള ആളുകളിലൂടെ കടന്നു വന്ന് ലോകത്തിൽ വ്യാപിച്ച ഏറ്റവും വലിയ വിഷമാണ് ഹദീസുകളെ തള്ളുക എന്നുള്ളത്, അതിനെ മാസ്ക് ചെയ്യുക എന്നുള്ളത്, മറച്ചു കളയുക എന്നുള്ളത്, അതിനെ പുച്ഛിക്കുക എന്നുള്ളത്. കാര്യം റസൂലുള്ള ഇല്ലാതാക്കാൻ, നബി ജീവിതത്തെ ഇല്ലാതാക്കാൻ ഹദീസുകളെ നിഷ്കാസനം ചെയ്താൽ മതി. അത് മനസ്സിലാക്കിയ ജൂത ഓറിയന്റലിസ്റ്റുകൾ അവരാണ് പ്രചരിപ്പിച്ചത് ഹദീസുകൾ. അത് എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? ഖുർആൻ അത്രയും സംരക്ഷിച്ചിട്ടുണ്ടോ ഹദീസുകൾ എന്നൊക്കെ ചോദിക്കുകയാണ്. ലോകത്ത് ഖുർആൻ പോലെ തന്നെ സംരക്ഷിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് ഹദീസ്. തെളിയിക്കാൻ നമുക്കത് കഴിയും. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതുപോലെ ഒരു തരത്തിലും കലർപ്പില്ലാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആൻ സംരക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബയാൻ, അതിന്റെ വിശദീകരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ വ്യാഖ്യാന വിശദീകരണങ്ങൾ അത് ലോകത്തിന് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണെന്ന് തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം നികൃഷ്ട ജീവികളെ നേരത്തെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദുകും മുത്തഖിഅൻ അലാ അരീഖതിഹി യഅതീഹി അംറുൻ മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻഹു ഫയഖൂലു ലാ അദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാ. അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങളിൽ ഒരാളെയും ഞാൻ കാണാതിരിക്കട്ടെ, നിങ്ങളിൽ ഒരാളും ഉണ്ടാകരുത്. എങ്ങനെ? അതെ, അവന്റെ സോഫയിൽ ഇങ്ങനെ ചാരിക്കിടക്കാണ്, സുഖലോലുപനായി സോഫയിൽ ചാരിക്കിടക്കുന്നവന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, എന്ത്? റസൂൽ പറയാണ്, ഞാൻ കൽപ്പിച്ച ഒരു കാര്യം ഈ സോഫയിൽ ചാരിക്കിടക്കുന്ന ഈ കാക്കാനോട് പറയുമ്പോ അല്ലെങ്കിൽ ഞാൻ വിരോധിച്ച ഒരു കാര്യമുണ്ട് എന്ന് ഈ സോഫയിൽ ചാരിക്കിടക്കുന്ന മനുഷ്യനോട് പറയുമ്പോ അയാൾ പറയാ, എനിക്കിതൊന്നും അറിഞ്ഞൂടാ, മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാ. ഖുർആനുണ്ടോ? ഞാൻ സ്വീകരിച്ചോളാം, ഖുർആനുണ്ടോ? ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു മരഹമുക്കായി, ഒരു മരപ്പൊട്ടനായി നീ മാറിപ്പോകരുത് എന്ന് വളരെ കൃത്യമായി 1400 മുമ്പ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ വിചാരിക്കുക ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞു വലിയ ബുദ്ധിജീവിയായി കൊണ്ടുനടക്കാൻ. അവൻ വിഡ്ഢിയാണ്, ഖുർആൻ അറിയാത്തവനാണ്, ഖുർആൻ പഠിക്കാത്തവനാണ്. അത്തരം ഒരു മരഹമുക്കായി ഒരിക്കലും നീ മാറിപ്പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 മുമ്പ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾ കടന്നു വരുമ്പോ അറിയണം, ഖുർആനിലെ വാചകം സൂറത്ത് മാഇദ, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹതദൈതും. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അലൈക്കും അൻഫുസകും, നിങ്ങളെ കാത്തുകൊള്ളണേ, നിങ്ങളെ നോക്കിക്കൊള്ളണേ. ഈമാനുള്ളവരെ, ഈ വാചകം റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകളോട് ഫാത്തിമയോട്. യാ ഫാത്തിമത ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്, നീ നിന്നെ കാത്തോളണം, നീ നിന്നെ സംരക്ഷിച്ചു കൊള്ളണം. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും, നിങ്ങളെ കാത്തുകൊള്ളണേ. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹതദൈതും. നിനക്ക് ഹിദായത്ത് കിട്ടിയതിനു ശേഷം പിഴപ്പിക്കുന്ന പടുജാഹിലുകൾ വന്ന് നിന്നെ പിഴപ്പിക്കാതെ നീ നിന്നെ കാത്തുകൊള്ളണം. നിനക്ക് ഹിദായത്ത് കിട്ടിയതിനു ശേഷം ഇനി നീ ലലാലത്തിലേക്ക് പോകരുത്, നീ നിന്നെ നോക്കിക്കൊള്ളണം. ഇലല്ലാഹി മർജിഉകും ജമീഅ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്,
അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിവരമറിയിക്കും എന്നുള്ളത്, നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് നിങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു തരുമെന്നത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ ചേർത്തു വെക്കണം. ആരെ? നബിയെ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ. ഖുർആൻ അതൊറ്റ വാചകത്തിൽ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി മാത്രമല്ല, വല്ലദീന മഅഹു, റസൂലുള്ളാഹിയോടൊപ്പമുള്ള റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെയും നബിയെയും സ്വഹാബത്തിനെയും അവരെ ജീവിതത്തിന്റെ മോഡലുകളായി എടുത്തു വെക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, അല്ലാഹുവിനെയും പ്രവാചകന്റെ സ്വഹാബത്തിനെയും നിങ്ങൾ ചേർത്ത് വെക്കണേ. എന്നിട്ട് അല്ലാഹു അവരുടെ വസ്ഫുകൾ, വിശേഷണങ്ങൾ, പ്രത്യേകതകൾ, ഉപമകൾ, ഉദാഹരണങ്ങൾ എന്നിട്ട് അവർ അതൊക്കെ വിശദീകരിച്ചിട്ട് അല്ലാഹു പറയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഉന്നതരാണ്, അവർ വിവരണാതീതരാണ്, അവർ മഹത്തുക്കളാണ്, അവർ അത്ഭുതപ്പെടുത്തുന്ന ജീവിതം കാഴ്ചവെക്കുന്നവരാണ്. അവരുടെ ജീവിതം കണ്ടാൽ, മുഹമ്മദ് നബിയെയും സഹാബത്തിനെയും കണ്ടാൽ, കുഫാറുകൾക്ക് ദേഷ്യം വരും, കോപം വരും. മുത്തുനബിയെയും സഹാബത്തിനെയും നോക്കുമ്പോ ഈമാനില്ലാത്തവന്, കാഫിറിന്, കുഫ്റുള്ളവന്, കുഫ്ർ കൽബിലുള്ളവന് കോപമുണ്ടാകും. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, റസൂലുള്ളാഹിയെയും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെയും വെറുക്കുന്നവൻ, റസൂലുള്ളാഹിയെയോ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബത്തിൽ ഒരാളെയെങ്കിലും ദേഷ്യത്തോടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവൻ അവൻ കാഫിറാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. ഇത് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം നെഞ്ചേറ്റേണ്ടത് റസൂലുള്ളാഹിയെയും സഹാബത്തിനെയുമാണ്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ, കാലെടുത്തു വെക്കുമ്പോ അവിടെ വെച്ച് നമ്മൾ പറയേണ്ട വാചകം, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ്. അല്ലാഹുവേ, പ്രവാചകന്മാര് കടന്നു വന്നുകൊണ്ട്, നബിമാര് കടന്നു വന്നുകൊണ്ട് കാഴ്ചവെച്ച ഞങ്ങൾക്ക് കൈമാറിയ സുന്ദരമായ ഒരു ആദർശം ഞങ്ങൾ പിൻപറ്റിയത് കൊണ്ടാണല്ലോ അല്ലാഹുവേ, ഒരു നിലക്കും ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്ത, നേടാൻ കഴിയാത്ത സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് വന്നെത്താൻ ഞങ്ങൾക്ക് സാധിച്ചതുകൊണ്ട് അതിന്റെ പേരിൽ അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും എന്ന് പറയാൻ കഴിയണം. നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ചുറ്റുപാടുകളെ പരിവർത്തിപ്പിക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറദല്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാമു ദാരിൽ ഹിജ്റ മഹാനായ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ അബാ അബ്ദില്ലാ ഉരീദു അൻ ഉഹ്രിം. ഓ അബൂ അബ്ദുല്ലാ, എനിക്ക് ഇഹ്റാം ചെയ്യണം. ഫമിൻ ഐന ഉഹ്രിം, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? എവിടെ നിന്നാണ് ഞാൻ ഇഹ്റാം കെട്ടേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണമായ മദീനയിൽ, അവിടുത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിലെ മുദർരിസാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്, ഞാൻ ഇഹ്റാം കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഇതാ പരിശുദ്ധ മക്കയിലേക്ക് ഉംറ ചെയ്യാനോ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാനോ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹ്രിം മിൻ ദിൽ ഹുലൈഫ, നീ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം കെട്ടണം. കാര്യം റസൂലുള്ളാഹ് മദീനത്ത് നിന്ന് വന്നപ്പോ ഇഹ്റാം കെട്ടിയത് മീഖാത്തായി തീരുമാനിച്ചത് ദുൽഹുലൈഫയാണ്. അതുകൊണ്ട് അഹ്രിം മിൻ ദിൽ ഹുലൈഫ, ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട് നീ ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറയാണ്, വലാകിന്നി ഉരീദു അൻ ഉഹ്രിമ മിനൽ മസ്ജിദിൻ നബവി. എന്തിനാ അവിടം വരെ പോയിട്ട് ഇഹ്റാം കെട്ടുന്നത്? ഇത് നമുക്കറിയാം, ഏറ്റവും അധികം പവിത്രമായ ഹറമിലാണല്ലോ നമ്മൾ, മദീനത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഉരീദു അൻ ഉഹ്രിമ മിനൽ മസ്ജിദിൻ നബവി, ഞാൻ മസ്ജിദുൻ നബവി ഇവിടെ തന്നെ ഇഹ്റാം കെട്ടി പോകാൻ തീരുമാനിച്ചു എന്നയാൾ പറഞ്ഞപ്പോ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തഫ്അൽ, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. കാരണം ഫഇന്നി അഖ്ശ അലൈക്കൽ ഫിത്ന, ഫഇന്നി അഖ്ശ അലൈക്കൽ ഫിത്ന, നിനക്ക് ഫിത്ന ഉണ്ടാകുമോ, നിന്നിൽ വലിയ കുഴപ്പം വന്നു ചേരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് ഒരിക്കലും നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഇയാൾ ചോദിക്കാണ് മാലിക് ഇമാമിനോട്, അതിലെന്ത് ഫിത്ന വരാനാണ്? ഞാൻ ഇവിടുന്ന് തന്നെ ഇഹ്റാം കെട്ടിപ്പോയാൽ ദുൽഹുലൈഫ വരെ അവിടെ എത്തുന്നത് വരെയുള്ള കാലടികൾ ഞാൻ ഇഹ്റാമിൽ തന്നെ ആവുമല്ലോ, പിന്നെന്ത് ഫിത്ന വരാനാണ് എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ അവിടെ പോയി കെട്ടിയാൽ എന്റെ കാലടികൾ കുറയൂലേ? ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കെട്ടി ഇഹ്റാമിലായി ഞാൻ അങ്ങ് പോയാൽ ആ ദുൽഹുലൈഫ വരെയുള്ള കാലടികൾ കൂടി ആ വഴിയിലാകൂലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഫിത്നത്തിൻ അഅ്ളം, ഇതിലും വലിയ ഫിത്ന എന്താണ്? ഇതിലും വലിയൊരു ഫിത്ന നിനക്ക് എന്താ സംഭവിക്കാനുള്ളത്? കാരണം അൻതദുന്ന അന്നക സബഖത ഇലാ ഖൈറിൻ ലം യസ്ബിഖ് ഇലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പോകാത്തൊരു നന്മയിലേക്ക് നീ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയ എന്ത് ഫിത്നയാടാ നിനക്ക് വരാനുള്ളത്? നബിക്ക് കിട്ടാത്തൊരു ഖൈർ നിനക്ക് കിട്ടാനോ? നബി നേടാത്തൊരു നന്മ നീ നേടാനോ? നബി മസ്ജിദ് നബവിയിൽ നിന്ന് പോയിട്ട് ദുൽഹുലൈഫ എത്തിയിട്ട് അവിടുത്തെ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം കെട്ടിപ്പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്റെ ബോധമില്ലായിരുന്നെന്നല്ല നീ പറയുന്നത്? നീ പറയാൻ പോകുന്നത് എന്താണ്? അതേ റസൂലുള്ളാഹിക്ക് അവിടുന്ന് കിട്ടി, ഞാൻ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുന്നാണോ? എങ്കിൽ ഇതിനേക്കാൾ വലിയ ഫിത്ന എന്താണ്? റസൂലുള്ളാഹിയെ മുൻകടക്കുക, മുത്തുനബിയെ മുൻകടക്കുക എന്ന ഫിത്നയേക്കാൾ വലിയ ഫിത്ന ഏതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓതിക്കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ വചനം, സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്ത്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അം തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. സൂക്ഷിച്ചുകൊള്ളുക. ഖുർആൻ പറയാൻ ഫൽയഹ്ദർ, സൂക്ഷിച്ചുകൊള്ളുക. ഡേഞ്ചർ എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. ഇഹ്ദർ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബോർഡുകൾ വെക്കാറുണ്ട് അറബി നാട്ടിൽ. ഇഹ്ദർ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. കരുതുക, അപകടമാണ്, കരുതുക. എന്ത്? അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുക, റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുക, അതിന് എതിരാവുക എന്നുള്ളത് അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, വലിയ ഫിത്നകൾ അതുവഴി നിങ്ങൾക്ക് വന്നെത്തും, വലിയ വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് നിങ്ങൾ കരുതുക. അതുകൊണ്ട് പ്രവാചകനെതിരാവുക എന്നുള്ളത് സൂക്ഷിക്കണം എന്നാണ്. പ്രവാചകനെതിരാവുക, ഒരു കാലടി കൊണ്ട് റസൂലുള്ളാഹിയെ കവച്ചു വെക്കാനുള്ള ഒരു തോന്നൽ നിന്റെ കൽബിൽ വന്നാൽ അള്ളാഹു നിന്നെ ഫിത്നയിലാക്കും, വലിയ ശിക്ഷയിലേക്ക് കൊണ്ടുപോകും. അള്ളാഹ്ക്കത് ഇഷ്ടമല്ല, റബ്ബിനത് ഇഷ്ടമല്ല. വല്ലാഹു ലാ യർളാ ബികസറതി ഫിഅലിനാ ലകിൻ ബിഅഹ്സനിഹി മഅൽ ഇത്ഖാനി. കുറെ വാരിക്കോരി ചെയ്യലല്ല അള്ളാഹുവിന് തൃപ്തിപ്പെടുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടം നീ കുറെ വാരിക്കോരി ചെയ്യലല്ല, കുറെ എന്തൊക്കെയോ ചെയ്യാൻ, അങ്ങനല്ല. ഒരിക്കലും അള്ളാഹുവിൽ തൃപ്തനല്ല. ലകിൻ ബിഅഹ്സനിഹി മഅൽ ഇത്ഖാനി, ഇത്ഖാനോടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് നീ കുറച്ച് ചെയ്യുന്നുണ്ടോ? അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അല്ലാതെ കുറെ ചെയ്യുക, റസൂല് ചെയ്യാത്തത് ചെയ്യുക, റസൂല് പറയാത്തത് ചെയ്യുക, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക, എന്നിട്ട് ഇവൻ തന്നെ അവന്റെ പ്രതിഫലം തീരുമാനിക്കുക. നബി അവിടുന്ന് ചെയ്തെങ്കിലും എനിക്ക് കുറച്ച് കൂടുതൽ കൂലിയിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് ഫിത്നയാണ് എന്ന് മഹാനായ മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിച്ചതാണ്. ഇത് ഓർത്തിരിക്കേണ്ട സമയം ഇത്. ഒരുപാട് ഫിത്നകളും ഒരുപാട് ബിദ്അത്തുകളും പ്രവാചകന്റെ കാലത്തില്ലാത്തതും റസൂല് ചെയ്യാത്തതും അതുപോലെ തന്നെ സമൂഹത്തിൽ വൈകൃതമായി പൗരോഹിത്യം കടത്തിക്കൊണ്ടുവന്നതും അതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ തലമുറ നമുക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോ നമുക്കൊരു ബാധ്യതയുണ്ട്, അവരോട് ഹക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ ഫിത്നയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നമ്മുടെ കൂട്ടുകുടുംബാദികളെ, ബന്ധുജനങ്ങളെ, കൂട്ടുകാരെ രക്ഷപ്പെടുത്തുക എന്ന ബാധ്യത നമുക്കുണ്ട്. നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് സൗകര്യമാണ് നമുക്ക് തോന്നും. നമ്മൾ ആരോടൊന്നും പറയുന്നില്ല, നമ്മൾ വൈറ്റ് കോളേഴ്സായി മാന്യന്മാരായി ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ, നാട്ടിലൊരു ബഹളം ഉണ്ടാക്കാതെ എല്ലാവരെയും സുഖിപ്പിച്ചു പോകുന്ന വലിയ മാന്യന്മാരാണ് എന്ന് നമുക്ക് ഉള്ളിൽ പിശാച് തോന്നിപ്പിക്കും. പക്ഷേ റബ്ബിന്റെ മുന്നിൽ നമ്മൾ മഹാപാപികളാണ്, റബ്ബിന്റെ മുന്നിൽ മഹാമോശക്കാരാണ്, റബ്ബിന്റെ മുന്നിൽ നന്ദികെട്ട മനുഷ്യരാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയാൻ മടിച്ച, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ മടിച്ച, വൈകൃതം പേറിയ മനസ്സിന്റെ ഉടമകളായി അള്ളാഹുവിനും റസൂലിനപ്പുറം നാട്ടുകാരുടെ നല്ല വർത്തമാനത്തിന് കാത്തിരുന്ന നികൃഷ്ട ജീവികളായി അള്ളാഹുവിന്റെ മുന്നിൽ എത്താതിരിക്കാൻ നമ്മൾ സമൂഹത്തോട്, നമ്മുടെ ചുറ്റുപാടുകളോട് അള്ളാഹുവിന്റെ ദീൻ, ഈ ദീനിന്റെ കണിശത, അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ബാധ്യതയെ കുറിച്ച് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കണേ, അതിനുവേണ്ടി പണിയെടുക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാധ്യതകൾ നിറവേറ്റി റസൂലിനോടും റബ്ബിനോടും കൂറുള്ള ഒരു സമൂഹമായി ജീവിച്ച് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന് ളില്ലിന്
തണലിന് വിധേയരായി അള്ളാഹുവിന്റെ വിരുന്ന് സ്വീകരിക്കുന്നവരായി മുത്തുനബിയുടെ ലിവാഇനു കീഴെ ലിവാഉൽ ഹംദ് എന്ന കൊടിക്ക് കീഴെ അണിനിരന്ന പ്രവാചകന്റെ അശ്ശഫാഅത്തുൽ ഉളമക്ക് വിധേയരായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെ തന്റെ ഉമ്മത്തിന് ലോകവിശ്വാസികൾക്ക് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിലെ വെള്ളം കുടിച്ച് സന്തോഷത്തോടെ സിറാത്ത് കടന്ന് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും സ്നേഹിതന്മാർക്കും സഹപ്രവർത്തകർക്കും നാമുമായി ഏതെങ്കിലും നിലക്ക് സഹകരിക്കുന്ന ആരെല്ലാം ഉണ്ട് അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഫളൽ നേടാൻ അല്ലാഹു നമുക്ക് യോഗ്യത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ലിവാഇന് ചുവടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിയുടെ ചാരത്ത് പ്രവാചകനോടൊപ്പം ചേർന്ന് പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ അയൽവാസിയായി കൂട്ടുകാരനായി ആ സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.